എൻ്റെ ജനനത്തിങ്കൽ എൻ്റെ മാതാപിതാക്കൾ എന്നെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പ്രതിഷ്ഠിച്ചു എന്ന് പറഞ്ഞാൽ എൻ്റെ ജനനം വളരെ ബുദ്ധിമുട്ടായിരുന്നു. കൊച്ചി എത്തുമെന്ന് എല്ലാവരും പറഞ്ഞു. അതുകൊണ്ട് ചാവുന്നതിന് മുമ്പേ ഇതിനെ ദൈവത്തിന് പ്രതിഷ്ഠിക്കാവുന്നതുകൊണ്ട് എൻ്റെ ദൈവത്തിന് കൊടുത്തതാണ്. കർത്താവിൻ്റെ വേലയ്ക്ക് പ്രതിഷ്ഠിച്ചു എന്ന് പറയുമ്പോൾ എൻ്റെ മാതാപിതാക്കൾ മാർത്തോമ ബാക്ക്ഗ്രൗണ്ടിലുള്ളവരെ എന്ന് പറഞ്ഞാൽ ഒരു അച്ഛനാകാനായിട്ട് വിടാമെന്ന് പറഞ്ഞാൽ അതിൽ കവിഞ്ഞൊന്നുമില്ല. എൻ്റെ അമ്മയുടെ പിതാവ് മാർത്തോമ സഭയിൽ ഏറെ അറിയപ്പെട്ടിരുന്ന കൊച്ചു കുഞ്ഞുപദേശിയുടെ സഹപ്രവർത്തകനായിരുന്നു. മാലിൽ കുഞ്ഞുപദേശി എന്ന് അദ്ദേഹത്തെ അറിഞ്ഞിരുന്നു. എൻ്റെ അപ്പൻ്റെ വീട്ടുകാരും അമ്മയുടെ വീട്ടുകാരും ഒരുപോലെ മാർത്തോമ കുടുംബങ്ങളിൽ പ്രവർത്തിച്ചിരുന്നവരാണ്. അവിടെ നിന്നതുകൊണ്ട് അവർക്ക് അറിയാവുന്നതുപോലെ ഒരു അച്ഛനാകാൻ കൊടുക്കാം എന്ന് പറഞ്ഞു. പക്ഷെ കുറച്ച് ജീവിതത്തിൽ വളർന്നു വന്നതോടെ ഒരു നല്ല ജീവിതം നയിക്കട്ടെ എന്ന ചിന്താഗതിയിൽ വേദപുസ്തകം വായിക്കാൻ എന്നെ പഠിപ്പിക്കുകയും കള്ളം പറയാതെ ജീവിക്കണം എന്നിത്യാദികൾ പറഞ്ഞു തരികയൊക്കെ ചെയ്തു. അത് കുറേയൊക്കെ ഒത്തു. അങ്ങനെ വേദപുസ്തകം വായിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ദൈവവചനത്തിൽ നിന്നും ചിലതെല്ലാം ചെറിയ പ്രായത്തിൽ മനസ്സിലായി. അതിന് പുറത്ത് മാർത്തോമ സഭയിൽ കിട്ടുന്ന നല്ല ഉപദേശ സംഹിതകൾ ഉണ്ടായിരുന്നത് കൊണ്ട് ദൈവകൃപയാൽ എൻ്റെ 11ാമത്തെ വയസ്സിൽ യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുവാൻ കർത്താവ് എനിക്ക് കൃപ തന്നു. തുടർന്ന് വായിക്കുന്ന വേദഭാഗങ്ങൾക്ക് അല്പം കൂടെ അർത്ഥമുണ്ടെന്ന് മനസ്സിലായി. വേദപുസ്തകത്തിൽ ഇത് ചില സംശയങ്ങൾ തുടങ്ങി 12 വയസ്സാകുന്നതിന് മുന്നമേ അത് എൻ്റെ പിതാവിനോട് ചോദിച്ചു. മറുപടി ഇല്ല എന്നതുകൊണ്ട് വേദപുസ്തക പ്രകാരം ഞാൻ കാണിക്കുന്നത് തെറ്റ് എന്നെനിക്ക് തോന്നുന്നു. ഒന്നാമത്തെ അനുഭവം ഇതായിരുന്നു. പുരുഷൻ 11-ാമത്തെ അധ്യായത്തിൽ പുരുഷന്മാർ തല മൂടിക്കുകയോ പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്താൽ തൻ്റെ തലയെ അപമാനിക്കുകയാണെന്നും ഏത് പുരുഷന്റെയും തല ക്രിസ്തുവാണ് എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടു. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ ഞങ്ങളുടെ ബിഷപ്പുമാരെല്ലാം പുരുഷന്മാരാണ്, അങ്ങനെ എൻ്റെ അറിവ്. പക്ഷെ ഇവരെല്ലാം തല മൂടിക്കൊണ്ട് ചർച്ച വന്ന് നിൽക്കുന്നത്. അപ്പം ഇതെന്നെ വിരോധാഭാസമെന്ന് എനിക്കറിയാൻ വയ്യ. അതുകൊണ്ട് ഞാൻ എൻ്റെ അപ്പച്ചനോട് ആദ്യം ചോദിച്ചു, നമ്മുടെ തിരുമേനിമാരൊക്കെയും പുരുഷന്മാരില്ലേ, ഇവരെന്താ തല മൂടിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നത്? അപ്പച്ചനോട് മിണ്ടായിടാന്ന് പറഞ്ഞു. അതൊക്കെ അവന് വേറൊന്നും അറിയാൻ വയ്യ. എനിക്ക് പറഞ്ഞത് ഇല്ല. അപ്പച്ചനെ കൊണ്ട് ഒക്കാതെ വന്നു പള്ളിയിലച്ഛനോട് ചോദിച്ചു. അദ്ദേഹത്തിന് അറിയാൻ വയ്യായിരുന്നു. ആർക്കും മറുപടിയില്ല. മിണ്ടാതിരിട എന്ന് മാത്രമേ ഉള്ളായിരുന്നു. ഞാൻ ഒടുവിലൊരു തീരുമാനത്തിലെത്തി. ഇത് ശരിയാകില്ല എങ്കിൽ മിണ്ടാതിരിക്കുക മാത്രമല്ല, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കാതിരിക്കുകയും കൂടെ ചെയ്യുക. കാര്യം യേശുവിനെ അപമാനിച്ച കുറ്റത്തിന് ഞാൻ ഇതിന് നരകത്തിൽ പോകണം, അങ്ങേര് പോട്ടെന്നായി ഞാൻ. അങ്ങനെ പ്രാർത്ഥനയ്ക്ക് ഒരു ബിഷപ്പ് പ്രാർത്ഥിക്കുകയാണെങ്കിൽ കണ്ടു തുറന്നിരിക്കുക. ഞാൻ ഇതിനിടയ്ക്ക് സഹോദരിമാർക്ക് ആർക്കും ദോഷമായിട്ട് ഒന്നും ഫീൽ ചെയ്യാതിരിക്കാൻ പറയട്ടെ. പുരുഷൻ തലമൂടുന്നില്ലെങ്കിൽ പാപമാണ് യേശുവിനെ അപമാനിക്കുക. സ്ത്രീ തലമൂടുന്നില്ലെങ്കിൽ തൻ്റെ പുരുഷന് അപമാനമാണ്. അവർ സഹിക്കാൻ തയ്യാറാണെങ്കിൽ പൊതുലോ പാപമെന്ന് പറയാനൊന്നുമില്ല. പക്ഷേ നമ്മുടെ നല്ല മര്യാദകൾ തെറ്റുന്നു എന്ന് മാത്രം. പ്രായമുള്ളവർ താഴെയിരിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ മേളിൽ കയറിയിരിക്കുന്നത് പൊതുവെ ശരിയല്ല. ഇന്നവരടുത്ത് ഇരുന്നാലും തന്നെ ചാരാടുന്നു പോകുന്നില്ല. അതുപോലെ ഒരു നല്ല മര്യാദയാണ്. അത്രേ ഉള്ളൂ. വേറെ ഒന്നും സ്ത്രീകൾ തലമുടുന്നതിനെ കുറിച്ച് പറയാൻ ബൈബിളിലില്ല. അതൊരു നല്ല മര്യാദയാണ്. പിന്നെ ഒരു ഒറ്റപ്പെട്ട വാക്യമുണ്ട്, അതെന്ന് വിശദീകരിക്കാൻ ഒക്കത്തുമില്ല. ആരെങ്കിലും ശ്രദ്ധിച്ചു വായിച്ചാൽ 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ ഒരു വാക്യം 11-ാമത്തെ ദൂതന്മാർ നിമിത്തം സ്ത്രീകൾക്ക് തലമേൽ അധീനതാ ലക്ഷ്യം ഉണ്ടായിരിക്കേണ്ടതിന് തലമൂടുക. ദൂതന്മാർ ഇന്നും ഉള്ളതുകൊണ്ട് അത് തുടരുന്നു എന്ന് മാത്രം പറഞ്ഞ് ഇന്നെന്ന് മാറുക. അത് വേറൊരു വിഷയം. ഞാൻ അങ്ങോട്ടൊന്നും പോകത്തില്ല, അങ്ങോട്ട് ഒക്കത്തില്ല. അത് ഭയങ്കര നീണ്ട വിഷയമാണ്. ഓൾറൈറ്റ്. അന്ന് ആ തീരുമാനത്തിൽ ഇനി ബിഷപ്പുമാർ പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ വെച്ചും അവർ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ആമീൻ പറയത്തില്ല, ഞാൻ എന്തിനാ യേശുവിനെ കളിയാക്കുന്ന കൂട്ടത്തിൽ കൂടുന്നത് എന്ന ഒരു ചിന്ത വന്നത് തീരുമാനമായി മാറി. അതിനെ തുടർന്നാണ് സ്നാനത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ഞാൻ കണ്ടത്. ഒരിക്കല് ഒരു മാന്യനായ സഹോദരൻ അദ്ദേഹത്തിൻ്റെ ഇളയ ബ്രദറിനൊരു കത്തെഴുതി. നിങ്ങളിൽ ചിലർ കേട്ടുകാണും, പരിമല എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു നല്ല പള്ളിയുണ്ട്. പരിമലപ്പള്ളി എന്നതിനെ വിളിക്കും. പരിമലപ്പള്ളിയിൽ ഒരു 20 വർഷത്തിന് മുമ്പേ, ഒരു 23 വർഷങ്ങൾക്ക് മുമ്പേ ഒരു ബിഷപ്പിനെ വാങ്ങിച്ചു. ആ ബിഷപ്പിന്റെ മൂത്ത ചേട്ടൻ ബാംഗ്ലൂരിലെ എൻ്റെ ചർച്ചിന്റെ മെമ്പറാണ്. അപ്പം ആദ്യത്തെ അദ്ദേഹത്തിന്റെ ബിഷപ്പായ ശേഷമുള്ള ആദ്യ കുർബാനയ്ക്ക് പങ്കെടുക്കണമെന്ന് പറഞ്ഞൊരു ഇൻവിറ്റേഷൻ കാർഡ് കിട്ടിയപ്പോൾ ചേട്ടൻ എൻ്റെ ഒരു എഴുത്തെഴുതിയത് എനിക്ക് ഓർമ്മയുണ്ട്. എടാ ചേർക്ക, നല്ല ഉരുണ്ട അക്ഷരത്തിൽ വെളുത്ത കടലാസിൽ കറുത്ത മഷിയുണ്ട് ദൈവവചനം എഴുതി ഒരു കോപ്പി നിന്റെ കയ്യിൽ തന്നിട്ട് വായിച്ചു മാനസാന്തരപ്പെട്ട ആൾക്ക് തകരാറാണ്. എന്തിനാണ് ചുമ്മാ നരകത്തിൽ പോകുന്നത്? അവിടെ ഭയങ്കര ചൂടാണ്. നരകത്തിൽ ചൂടാണെന്ന് ഇങ്ങനെ എഴുതി അറിയിക്കുക. ഇതിനകത്ത് ഇങ്ങനെ എഴുതി തന്നതുകൊണ്ട് ഞാൻ ആ പ്രമാണത്തിൽ നിൽക്കാൻ എനിക്ക് തീരുമാനിച്ചു. എൻ്റെ 12ാമത്തെ വയസ്സിൽ, 12 വയസ്സ് തികഞ്ഞില്ല, 11 കംപ്ലീറ്റ് ചെയ്തു. 12ാമത്തെ വയസ്സിൽ യേശുവിനോട് ചേരുവാൻ സ്നാനമേൽക്കാൻ ദൈവം എനിക്ക് കൃപ തന്നു. പക്ഷെ സ്നാനപ്പെട്ടേച്ച് തിരിച്ച് വീട്ടിലോട്ട് വന്നതോടെ എൻ്റെ മാതാപിതാക്കൾക്ക് അത് സഹിക്കാൻ വയ്യാത്ത പ്രയാസമായി.
അതുകൊണ്ട് എൻ്റെ അപ്പൻ എന്നോട് പറഞ്ഞു, ഒരു പ്രശ്നമില്ല, സ്നാനപ്പെട്ടു, പോയി നന്നായി സോപ്പിട്ട് കുളിച്ച് തോർത്തിച്ച് പോരെ, മറ്റേ നമ്മൾ പോക്കോളും, ഇനി ആരോടും പറയണ്ട എന്ന് പറഞ്ഞു. പക്ഷെ ഞാനും തീർത്തു പറഞ്ഞു, അങ്ങനെ ഒരു പ്രശ്നം ഉദിക്കുന്നില്ല. കാര്യം ചെങ്കടൽ കടന്നവൻ തിരിച്ച് മിസ്രയീമിൽ കയറിയ ചരിത്രമില്ല. അത് തമ്പുരാനെ ഇതിലധികം കളിയാക്കുക, നമ്മളതിനില്ല. ദൈവത്തെ ഞാൻ ഇതിനെ കളിയാക്കണം. ചെങ്കടൽ കടന്നവൻ തിരിച്ച് മിസ്രയീമിൽ പോയിട്ടില്ല. കാര്യം സ്നാനം ചെങ്കടലിന് സദൃശ്യം. അങ്ങനെയാണ് പിന്നെ കുഞ്ഞുങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോളാൻ എൻ്റെ അപ്പം പറഞ്ഞു. അങ്ങനെ വീട്ടിൽ നിന്ന് പുറത്തായി. ഞങ്ങൾക്ക് കുറച്ച് പുരിയിടം ഉണ്ടായിരുന്നതിനകത്ത് കുറച്ച് മാവും പ്ലാവും അങ്ങനെയുള്ള സസ്യങ്ങളൊക്കെ ഉണ്ട്, ചെടികളൊക്കെ ഉണ്ട്. എന്നോട് എൻ്റെ അപ്പച്ചൻ പറഞ്ഞു, മാവേലെ മാങ്ങ ഇങ്ങനെ പൂത്ത് കായ്ക്കുന്ന വരും, ആ കൈപ്പറ്റ് ഒരുപാട് പൊഴിഞ്ഞ് താഴെ വീഴും. എന്നോട് പറഞ്ഞു, ഫ്രീ ആയിട്ട് പെറുക്കി തിന്നു, യാതൊരു കുഴപ്പമില്ല, കണ്ണി വന്നാൽ പെറുക്കി തിന്നാം. പിന്നെ ദൈവത്തിന് നിന്നോട് അങ്ങനെ വലിയ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കൂട്ടത്തിൽ ഒരു ഒറ്റ മഴ പെയ്താൽ മതി, 10-40 ചക്കയൊക്കെ ഒറ്റ ദിവസം പഴുത്ത് താഴെ വീഴും. അക്കാലത്ത് അങ്ങനെ ആ പ്ലാവിൻ്റെ സൈസ് മഴ പെയ്യണമെന്നേ ഉള്ളൂ. ദൈവത്തിന് നിന്നോട് അത് വലിയ ഇഷ്ടമാണെങ്കിൽ മഴ പെയ്യട്ട, പ്ലാവിൽ ചക്ക പഴുത്ത് വീഴുകയാണെങ്കിൽ പെറുക്കി വാരി തിന്നോടാന്ന് പറഞ്ഞു. അങ്ങനെ ചക്ക വാരി തിന്നോളാനും മാങ്ങ പെറുക്കി തിന്നോളാനും പെർമിഷനുമായി വീട്ടിൽ നിന്ന് ഇറങ്ങി. ചില നാളുകൾ മേ ബി ഒരു മാസം ആഹാരമില്ലാതെ ഇതുകൊണ്ട് മാത്രം ചെലവുകയും. എൻ്റെ സ്വന്തം വീട്ടിൽ നിന്ന് എൻ്റെ പാഠപുസ്തകങ്ങളും സ്കൂളിൽ കൊണ്ടുപോകേണ്ട ഡ്രസ്സും അമ്മ പുറത്തെറിഞ്ഞു തന്നു. എടുത്ത് എരുത്തിൽ വെച്ചോളാൻ പറഞ്ഞു. അങ്ങനെ എരുത്തിൽ വെച്ചു. മഴയില്ലാത്ത ദിവസങ്ങളിൽ തുറന്ന മൈതാനത്ത് അല്ലെങ്കിൽ പറമ്പിൽ കിടന്ന് മഴ ഉള്ളപ്പോൾ എരുത്തിൽ കിടന്നു. തണുപ്പിന് മറ്റു മാർഗമില്ലാഞ്ഞതുകൊണ്ട് പട്ടിയെ കൂടെ കൂട്ടുപിടിച്ചു, അവനെ കെട്ടിപ്പിടിച്ചു കിടന്നു. പക്ഷെ പട്ടിയുടെ കൂടെ നിങ്ങളിൽ അധികം പേര് കിടന്നു കാണുകയിൽ കിടക്കാതിരിക്കുക ഭേദം. കിടക്കുമ്പോൾ ഒരു മിനിറ്റ് ഉറങ്ങാനാണ് സമ്മതിക്കില്ല. ഇവിടെ ഈ ഒരു കരിയില അനങ്ങുന്നത് കേട്ടാൽ ഒറ്റ കുറേ എൻ്റെ ചെവി നോക്കി ഭൗക്കുന്നത്. കരിയില അനങ്ങിനെ അത് കുറച്ചത്, പക്ഷെ ഉണരുന്നത് ഞാനല്ലേ. അതൊക്കെ കഴിഞ്ഞു. രണ്ടായാലും സ്നാനം കൊണ്ട് 3-4 ദിവസം കഴിഞ്ഞതിന് ശേഷം സ്കൂൾ തുറന്നത്. സ്കൂളിൽ എന്തോ ഒരു കൊച്ചു ഹോളിഡേ. സ്കൂൾ തുറന്ന് അങ്ങോട്ട് ചെന്നപ്പോൾ എൻ്റെ ക്ലാസ് ടീച്ചർ, അദ്ദേഹം മാർ ഗ്രിഗോറിയോസ് ലൈവ് സ്കൂളിലായതുകൊണ്ട് ആ വിഭാഗത്തിൻ്റെ മാനേജ്മെന്റ് സ്കൂളിൻ്റെ ഒരു ടീച്ചർ, ഒരു പള്ളിയിലെ അച്ഛനാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, എടാ നീ കലക്കവെള്ളത്തിൽ മുങ്ങിയച്ച വന്നതെന്ന് കേട്ടല്ലോടാ, ശരിയാണോടാ എന്ന് ചോദിച്ചാൽ അതെ അതെ ശരിയാണ്. എന്തിനാടാ? ഞാൻ പറഞ്ഞു, യേശുവിനോട് ചേരാൻ. എന്നാൽ പിന്നെ ക്ലാസ്സിൽ പഠിപ്പിക്കേണ്ടെന്ന് മാനേജ്മെന്റ് തീരുമാനിച്ചിട്ടുണ്ട്, ഇറങ്ങിക്കോടാന്ന് പറഞ്ഞു. ഏതായാലും പോയി ഹെഡ് മാസ്റ്ററെ ഒന്ന് കണ്ടേക്കാൻ പറഞ്ഞു. അത് വേറെ അച്ഛനായിരുന്നു. ഇദ്ദേഹം എൻ്റെ പുസ്തകം എല്ലാം കൂടെ കെട്ടോടെ എടുത്ത് പുറത്തെറിഞ്ഞു. ഞാനത് പെറുക്കാൻ പോയില്ല. പെറുക്കി ഇപ്പോൾ എവിടെ കൊണ്ടുപോകാനാണ്? എഴുത്തിൽ വെച്ചത് സാധിക്കാനാണ്. അതുകൊണ്ട് പുസ്തകം പെറുക്കാതെ ഞാൻ ഇനി ഒരു 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം തുടർന്ന് ഹെഡ് മാസ്റ്ററുടെ അടുക്കൽ ചെന്നു. അദ്ദേഹം എന്നോട് ചോദിച്ചത്, ഇതിനേക്കാളും കട്ടിയായി എന്നിടാ താറാവ് തൂറിയ വെള്ളത്തിൽ നീ ഇറങ്ങി മുങ്ങിന്ന് കിട്ടും നേരമാണ്. ഞാൻ പറഞ്ഞു ശരി. എന്തിനാണ്? ഞാൻ പറഞ്ഞു യേശുവിനോട് ചേരാൻ. അങ്ങനെ ചേർന്നവനെ ഈ മാനേജ്മെന്റിന് വേണ്ട, ഈ മലയ്ക്ക് പരിപ്പ് വേഗത്തില്ല, ഇതിവിടെ മുളയിൽ എന്നുള്ളാൻ തീരുമാനിച്ചു. അതുകൊണ്ട് സ്കൂളിൽ നിന്ന് ഇതിന്റെ പേര് വെട്ടുക, പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ സൗകര്യാർത്ഥം ഞാൻ ഇനി വീട്ടിൽ പോരുന്നില്ല, അവരോട് പോകാനാണ്. വന്ന് ഞങ്ങളുടെ പുരയിടത്തിൽ ജീവിച്ചു. ദൈവത്തിൻ്റെതായ സമയത്ത് ദൈവം എനിക്ക് വീണ്ടും അതേ സ്കൂളിൽ ചേർന്ന് പഠിക്കാനായിട്ട് ഒരു ക്രമീകരണം ചെയ്തു. ഞാൻ ആ ക്രമീകരണത്തെ വിശദീകരിക്കുന്നില്ല. ആ വർഷം മന്ത്രിസഭയ്ക്ക് ഇത് മാറി കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ഭരണത്തിൽ വരികയും പൊളിറ്റിക്കൽ ലൈനിൽ പരിചയമുണ്ടായിരുന്ന എൻ്റെ ഒരു അയൽവക്കക്കാരൻ ഇങ്ങനെ മതത്തിൻ്റെ പേരിൽ എന്നെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി പേര് വെട്ടിയ വിവരം വിദ്യാഭ്യാസ മന്ത്രി അറിയിക്കുകയും അദ്ദേഹം ഒരു ഓർഡർ ഇടുകയൊക്കെ ചെയ്തു. അങ്ങനെ നടന്ന എൻക്വയറിയിൽ തിരിച്ചെടുക്കാൻ ഉത്തരവായി. പക്ഷെ തിരിച്ചെടുക്കണമെങ്കിലും 3-4 മാസത്തെ പഠിത്തം അങ്ങ് നഷ്ടപ്പെട്ടതുകൊണ്ട് ഇനിയിപ്പം അന്ന് എടുത്തിട്ട് അർത്ഥമില്ല, ആ വർഷം തുടരാനൊക്കത്തില്ല. അതുകൊണ്ട് പിറ്റേ വർഷം തുടർന്നോളാൻ പറഞ്ഞു. മാത്രവുമല്ല 9ാം ക്ലാസ് വരെയുള്ള പരീക്ഷകളൊക്കെ ലോക്കൽ സ്കൂളാണ് എടുക്കുന്നത്. ഇനി ഒരു ക്ലാസ്സിൽ ജയിപ്പിക്കത്തില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് ഏതെങ്കിലും ക്ലാസ്സിൽ കുട്ടി തോറ്റാൽ ഡിവിഷണൽ എഡ്യൂക്കേഷൻ ഓഫീസറുടെ ലെവലിൽ ഒരു റീടെസ്റ്റ് കൊടുക്കണമെന്ന് എൻ്റെ എൻക്വയറി റിപ്പോർട്ടിൻ്റെ അടിയിലോട്ട് അവിടുത്തെ DO എഴുതി വെച്ചു. അങ്ങനെ 9ാം ക്ലാസ് വരെ ജയിക്കുമെന്നുള്ളത് ഉറപ്പായി. അഥവാ ശരിക്കും എഴുതിയില്ലെങ്കിൽ ഒരു മാർക്ക് എടുക്കും. കാര്യം റീടെസ്റ്റിന് പോയി കൂടുതൽ കിട്ടുകയാണെങ്കിൽ ബുദ്ധിമുട്ടാകുമല്ലോ. അതുകൊണ്ട് അന്ന് എൻ്റെ ക്ലാസ് ടീച്ചർ എന്നോട് പറഞ്ഞത് ഓർമ്മയുണ്ട്, പേര് പറയുന്നില്ല. എന്നോട് പറയണ്ട, ഞാനൊരു പുരോഹിതനാണെങ്കിൽ ഞാൻ പറയുന്നത് കേട്ടു. നീ 7 കൊല്ലം 10ാം ക്ലാസ് എഴുതിയാൽ ജയിക്കത്തില്ല, നീ 9 വരെ ജയിപ്പിച്ചേ പറ്റൂ, നിങ്ങൾ ജയിപ്പിക്കും. പക്ഷെ 10ാം ക്ലാസ്സിൽ നീ 7 കൊല്ലം എഴുതിയാൽ ജയിക്കില്ല. ഞാൻ പറഞ്ഞു അതിനെക്കുറിച്ച് അച്ഛൻ വിഷമിക്കണ്ട, 8ാം കൊല്ലം ജയിച്ചോളാം. 2ാം ക്ലാസ് കാരണം കൂടാതെയുള്ള ശാപം ദൈവവുമായി ബന്ധമില്ലാത്തവന്റെ വായിൽ നിന്ന് വീണാൽ അതിനകത്ത് അർത്ഥമില്ലെന്ന് എനിക്ക് അന്നും അറിയാം, ഇന്നും അറിയാം.
ഇറങ്ങണ ക്ലാസ്സിൽ നിന്നായി വീണ്ടും ഇറങ്ങി ഹെഡ് മാസ്റ്ററൊക്കെ ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ചോദിച്ചാൽ നിന്നോട് പറഞ്ഞത് കേട്ടായിരുന്നു. ഞാൻ പറഞ്ഞു ശരിക്ക് കേട്ടു. രണ്ട് പുരോഹിതന്മാരെ സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്യിച്ചവനാണ് നീ. ഇനി ഞങ്ങളുടെ മാനേജ്മെന്റ് സ്കൂളിൽ ഞങ്ങൾ പഠിപ്പിക്കുന്നിടത്ത് നിന്റെ പേര് വെട്ടിയ കാരണത്താൽ 2 എണ്ണത്തെ സസ്പെൻഡ് ചെയ്ത എൻക്വയറി പോയത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ പുരോഹിതന്മാരാകയാൽ നീ 7 കൊല്ലം എഴുതി ജയിക്കുക എന്ന് പറഞ്ഞു. കുഴപ്പമില്ല, മറ്റേ അച്ഛനെ 7 ഈ അച്ഛനെ 7 അങ്ങനെ 14 കൊല്ലം ജയിച്ചോളാം, കുഴപ്പമില്ല. എന്റെ അകത്തെ ചിന്ത ഇതേ ഉള്ളൂ. അതിനേക്കാൾ കൂടി പുള്ളി ശപിക്കാൻ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് എന്നെ അനുഗ്രഹിക്കപ്പെട്ടവനാകും, എന്നെ ശപിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകും, തോന്നിയതുപോലെ ചെയ്യൽ. എനിക്കതൊന്നും ഒരു കാര്യമേ അല്ല. കാര്യം എൻ്റെ പേരിൽ ഒരു ദൈവാനുഗ്രഹം കിടക്കുക. ഞാൻ ആരാണെന്ന് എനിക്ക് അതിനോട് ഏറെക്കുറെ മനസ്സിലായി. എനിക്ക് ഇന്നും അറിയാം ഞാൻ ആരാണ്. ഒരുപാട് പേര് എതിരും പറയും അനുകൂലവും പറയും, അതൊക്കെ അങ്ങനെ കിടക്കും. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ കാർ ഓടുമ്പോൾ കരിയില പറക്കുമ്പോൾ ഹൂ കെയേഴ്സ്, ആരതിനെക്കുറിച്ച് ബോധർ ചെയ്യും. കരിയിലയുടെ കനമനുസരിച്ച് കിളർന്നും താണും ഒക്കെ പറക്കും. പൊടിയുടെ കനമനുസരിച്ച് കനമില്ലാത്ത പൊടി മേളിൽ കൂടെ പറക്കും, മറ്റേത് താഴെ കൂടെ പറക്കും. ഇതൊക്കെ കിടക്കും. കാർ അതിൻ്റെ പോക്കിന് പോകും. ഇവിടെ കരിയില പറക്കുന്നോ പൊടി പറക്കുന്നോ എന്ന് കാറ്റ് നോക്കാറില്ല. ആത്മീയരായും ഇങ്ങനെയുള്ള ലോവർ ലെവലിനെ കുറിച്ച് ചിന്തിക്കാറില്ല. അവരെ ദൈവം നയിച്ച പാതയിലൂടെ അവർ പോയിക്കൊണ്ടിരിക്കും. 10ാം ക്ലാസ്സിൽ ദൈവത്തിന്റെ കരുണയാൽ കുറവില്ലാത്ത മാർക്ക് വാങ്ങിച്ച് നല്ല മാർക്കോടുകൂടെ ജയിക്കുവാൻ കർത്താവ് കൃപ തന്നു. അതുകൊണ്ട് എൻ്റെ അപ്പച്ചൻ ഒന്നുകൂടെ അലറി, ഇടാം കേരളം വിട്ടു. കാര്യം നിന്നെ കൊണ്ട് സഹിക്കാവുന്നതിൻ്റെ പരമാവധി നാണക്കേട് സഹിച്ചു. നിന്നെ ഇനി കേരളത്തിൽ വേണ്ട, ഇവിടുന്ന് പോകോളം പറഞ്ഞു. അങ്ങനെ കേരളം വിട്ടു. ആന്ധ്രാപ്രദേശത്ത് PNDയിലേക്ക്, പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരു റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ടെന്നും അതിനകത്ത് ജോലി കിട്ടാൻ സാധ്യതയുണ്ടെന്നും എൻ്റെ ബന്ധുക്കളിൽ ഒരാൾ അറിയിച്ചത് കൊണ്ടാണ് അവിടെ വരെ പോയത്. അവിടെ ചെന്നപ്പോൾ അതിൻ്റെ സമയം അപ്പോഴേക്കും അല്ല എന്നറിഞ്ഞു. അപ്പോൾ അതിൻ്റെയും ചാൻസ് പോയി. ആ സമയത്താണ് ഞാൻ ഇന്ത്യൻ എയർഫോഴ്സിൽ ജോയിൻ ചെയ്തത്. ഞാൻ സ്നാനപ്പെട്ട ശേഷം എൻ്റെ വീട്ടിൽ നിന്ന് എന്നെ പുറത്താക്കി. അന്ന് അതേ ദിവസം പറമ്പിൻ്റെ ഒരു മൂലയ്ക്ക് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതുവഴി നടന്നുപോയ ഒരു മനുഷ്യൻ, ജീവിതത്തിൽ ഒരിക്കൽ പോലും അദ്ദേഹത്തെ അതിന് മുമ്പേ കണ്ടിട്ടില്ല, അതിന് പിന്നെയും കണ്ടിട്ടില്ല. അതുവഴി വന്ന് ചോദിച്ചു, കുഞ്ഞെന്തിനാ കരയുന്നത്? കുഞ്ഞ് കരയുന്നുണ്ടെന്ന് കുഞ്ഞിനറിയായിരുന്നു, എന്തിനാണെന്നിപ്പോൾ എനിക്കും അറിയാൻ വയ്യ. അന്നറിയത്തില്ല, ഇപ്പം അറിയാം. ഞാനൊന്നും മിണ്ടിയില്ല. അദ്ദേഹം പിന്നെ ചോദിച്ചു, കുഞ്ഞെന്തിനാ കരയുന്നത്? ഞാനൊന്നും മിണ്ടിയില്ല. അദ്ദേഹം 2ാം പ്രാവശ്യം ചോദിച്ച ശേഷം ഇങ്ങനെ പറഞ്ഞു, കുഞ്ഞ് ഒരു പട്ടാളക്കാരനാണ്. കുഞ്ഞ് ദൈവത്തിനു വേണ്ടിയും ലോകത്തിനു വേണ്ടിയും ഒരുപോലെ യുദ്ധം ചെയ്യുന്ന ഒരു പട്ടാളക്കാരനാകും. കുഞ്ഞിൻ്റെ ആയുസ്സിൽ ഒരു ഉണർവുണ്ടാകും. അത്രയും വാക്കുകൾ എനിക്ക് ഓർമ്മയുണ്ട്. കുഞ്ഞ് ഉണർവിൻ്റെ ഭാഗമാകുമെന്ന് പറഞ്ഞു. ഞാൻ ഏതായാലും പട്ടാളത്തിലായി. പട്ടാളത്തിൻ്റെ ട്രെയിനിങ് നടന്ന ശേഷം അവിടെ ഇവിടെയൊക്കെ ട്രാൻസ്ഫറൊക്കെ ആയി. ഞാനങ്ങ് ചുരുക്കാം. എനിക്ക് ഇച്ചിരി പഠിക്കണമെന്ന് താല്പര്യമൊക്കെ ഉണ്ടായിരുന്നു. ആ താല്പര്യപ്രകാരം ഒരു നൈറ്റ് കോളേജ് കണ്ടു, അതിനകത്ത് ചേർന്നു. അങ്ങനെ ഞാൻ ചോദിച്ചതിലും നനച്ചതിലും കൂടുതൽ പഠിക്കുവാൻ ദൈവം എനിക്ക് കൃപ തന്നു. ആ സ്റ്റാറ്റസിലേക്ക് ഉയർന്നു കഴിഞ്ഞു. എൻ്റെ വിവാഹം നടന്നു. എൻ്റെ വിവാഹാനന്തരം അമേരിക്കയിലേക്ക് ഉപരിപഠനത്തിന് പോകുവാൻ ഇന്ത്യൻ ഗവൺമെന്റ് എനിക്കൊരവസരം തന്നു. അതുവരെയുള്ള എയർഫോഴ്സിലെ പെർഫോമൻസസിനൊത്തവണ്ണം കുറച്ചുപേരെ വിദേശത്ത് അയച്ച് പഠിപ്പിച്ച കൂട്ടത്തിൽ ഡിജിറ്റൽ ടെക്നോളജി, മൈക്രോവേവും ഒക്കെ അക്കാലത്ത് ഇന്ത്യയിൽ പുതുതാണ്. അത് പഠിക്കാനായിട്ട് അതിൻ്റെ ഒരു കോഴ്സിന് വേണ്ടി എന്നെ കൂടെ അമേരിക്കയിൽ അയച്ചു. 1975 വാഷിംഗ്ടൺ DC-യിൽ നിന്ന് എൻ്റെ ഉപരിപഠനം കഴിഞ്ഞ് മടങ്ങി വന്നപ്പോൾ വാര്യാപുരത്തെ യോഹന്നാൻ എന്ന് ഞങ്ങൾ വിളിച്ചിരുന്ന ഒരു പഴയ പ്രവാചകനെ കണ്ടു. അദ്ദേഹത്തിന് വ്യക്തിപരമായി അന്ന് അറിയത്തില്ല, പിന്നെ എന്നെ പരിചയപ്പെട്ടിട്ടുണ്ട്, അന്ന് അറിയത്തില്ല. പക്ഷെ അദ്ദേഹം എന്നോടൊരു വാക്ക് ഇങ്ങനെ പറഞ്ഞു, നിന്നെ ലോകത്തിൻ്റെ തലസ്ഥാന നഗരി വരെ അയച്ച്, UNOയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂയോർക്കിലുള്ളത് കൊണ്ട് അതിനെ ലോകത്തിൻ്റെ തലസ്ഥാനം എന്ന് വിളിക്കുന്നവരുണ്ട്. നിന്നെ ലോകത്തിൻ്റെ തലസ്ഥാന നഗരി വരെ അയച്ച് അവിടെയുള്ള കണ്ടുപിടുത്തങ്ങളും വിദ്യാഭ്യാസങ്ങളും നിനക്ക് തരുവാൻ കാരണം നിന്റെ അപ്പൻ്റെ പണക്കൊഴുപ്പല്ല, നിന്റെ ബുദ്ധി വൈഭവമല്ല, എന്നെ മാനിച്ചവരെ ഞാൻ മാനിക്കുന്നതാണ്. രണ്ടായാലും അദ്ദേഹം എന്നോട് എൻ്റെ ജീവിതത്തിൻ്റെ പ്ലാനിനെ കുറിച്ച് പല ആവർത്തി പറഞ്ഞു. അതിനെ അതിപ്രധാനമായ ഒന്ന്, ഒരു ഉണർവ് നടക്കും, ഞാൻ നിന്നെ ഉണർവിൻ്റെ ഭാഗമാക്കും എന്നതായിരുന്നു. ദൈവത്തിൻ്റെ കരുണയാൽ 1983 വരെ ഞാൻ ഇന്ത്യൻ എയർഫോഴ്സിൽ ഉണ്ടായിരുന്നു. 66 മുതൽ 83 വരെ എയർഫോഴ്സിലുണ്ടായിരുന്നു. 84 വരെ ഉണ്ടായിരുന്നു. 1983 ഞാൻ ഇന്നിരിക്കുന്ന ഒരു കൊച്ചി ചർച്ചിന്റെ ചുമതലയിലേക്ക് അസംബ്ലീസ് ഓഫ് ഗോഡ് എന്നെ പറഞ്ഞയച്ചു. അസംബ്ലീസ് ഓഫ് ഗോഡ് എന്നെ പറഞ്ഞയച്ചു. ബൈബിൾ സ്കൂളിൽ പോയിട്ടില്ലാത്ത എന്നെ അസംബ്ലീസ് ഓഫ് ഗോഡോട് പറഞ്ഞയക്കാൻ കാരണം 22 അംഗങ്ങളുള്ള കൊച്ചു സഭ, ഒരാഴ്ചത്തെ സ്തോത്ര കാഴ്ചയും ദശാംശം എല്ലാം കൂടെ ചേർന്നാൽ 7.5 രൂപയ്ക്ക് താഴെയുള്ളൂ. 7.5 രൂപ തികച്ച് പിരിഞ്ഞ ഒരാഴ്ച എനിക്ക് ഓർമ്മയില്ല. അങ്ങനത്തെ ഒരു സഭയിൽ ആളുകളുടെ എണ്ണം തീരെ കുറവാണെങ്കിൽ വഴക്കും വയ്യാവരിയും അവിടുത്തെ കൂടപ്പുറമായിരിക്കും. ഒരു 10-500 പേര് ക്രോസ് ചെയ്തെങ്കിലേ വഴക്കൊന്നും കുറയത്തുള്ളൂ സഭകൾക്കകത്ത്.
ഈ 22 പേരുള്ള ഉച്ചസഭ എന്നും വഴക്ക്, ഇതെല്ലാം കൂടെ നോക്കാനും ശമ്പളമില്ലാതെ ജോലി ചെയ്യാനും അവിടുത്തെ കറണ്ട് ചാർജ് കൊടുക്കാനും ഒക്കെ കഴിയുന്ന ഒരാൾ വേണമെങ്കിൽ മറ്റു ജോലിയുള്ളവരെ കൊണ്ട് ഒക്കത്തുള്ളൂ. അതുകൊണ്ട് ഇവൻ ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ എനിക്ക് തന്നത്. പക്ഷേ പരിശുദ്ധാത്മാവ് സിസ്റ്റർ മേരി കോവൂർ എന്ന കർത്തൃദാസിയിലൂടെ ഒരു വ്യക്തമായ ആലോചന എന്നോട് പറഞ്ഞിരുന്നു. 1983 ജൂൺ മാസത്തിന്റെ ആദ്യത്തെ ആഴ്ച മുതൽ ഞാൻ നിന്നെ ഒരു സഭയിലാക്കും, അതൊരു ഉണർവിന്റെ തുടക്കമായിരിക്കും. അങ്ങനെ 83 ജൂൺ മാസത്തിന്റെ 1ാമത്തെ ഞായറാഴ്ച ഇന്ന് ഞങ്ങൾ ഇരിക്കുന്ന ആ ചർച്ചിന്റെ ചുമതലയിൽ ദൈവം എന്നെ കൊണ്ടുവന്നു. 22 അംഗങ്ങളുള്ള കൊച്ചു സഭ ടേക്ക് ഓവർ ചെയ്യാൻ കർത്താവ് ഇടയാക്കി. ഞങ്ങൾക്ക് ആകെപ്പാടെ ഉണ്ടായിരുന്നത് ഒരു 45 പേര് വരെ വന്നാൽ ഇരിക്കാവുന്ന ഒരു അക്കോമഡേഷൻ ഉണ്ട്. പക്ഷേ ചുറ്റുവട്ടമുള്ള മുസ്ലിങ്ങൾ കല്ലെറിയുന്നത് കൊണ്ട് എന്നും അതിന്റെ മേൽവശത്തെ ഓടെല്ലാം ആസ്പെറ്റോസ് എല്ലാം പൊട്ടി തകർന്ന ഒരു കെട്ടിടമായിരുന്നു അത്. മഴ പെയ്യുന്ന സമയത്ത് അതിനകത്ത് കുട ഉപയോഗിക്കാതെ പറ്റത്തില്ലായിരുന്നു. അത്രയും ചുവരുമായിരുന്നു. തമ്പുരാൻ അവിടെ നിന്ന് പൊക്കി വളർത്തി. ഞാൻ അതിനേക്കാൾ വലിയ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. ദൈവത്തിന്റെ കരുണയാൽ ഒരു 73,000-ലധികം ആളുകൾ അവിടെ സ്നാനപ്പെടുവാൻ ദൈവം ഇടയാക്കി തീർത്തു. ഞാൻ ഒരു കാര്യം കൂടി എടുത്തു പറയാം. ഞാനിത് പറയുമ്പോൾ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി പറയുക. ഗ്ലോബൽ കിങ്ഡം പാർട്ട്നേഴ്സ് നെറ്റ്വർക്ക് എന്ന പേരിൽ ഒരു നെറ്റ്വർക്ക് ഇന്നുണ്ട്. ഈ വർഷം ഞാനും എൻ്റെ ഭാര്യയും കൂടെ അതിനകത്ത് പങ്കെടുത്തിരുന്നു. ദൈവം വെച്ചാൽ വരുന്ന വർഷവും അതിനകത്ത് പങ്കെടുക്കുവാൻ എനിക്ക് ഇൻവിറ്റേഷൻ വന്നിട്ടുണ്ട്. ഞാൻ പോകണം എന്ന് ആഗ്രഹിക്കുന്നു. ഗ്ലോബൽ കിങ്ഡം പാർട്ട്നേഴ്സ് നെറ്റ്വർക്കിൽ പങ്കെടുക്കുന്നവരുടെ യോഗ്യതകൾ അവരിട്ടിരിക്കുന്ന വളരെ നിസ്സാരമാണ്, അതേസമയത്ത് കട്ടിയും. എൻ്റെ യോഗ്യത ഇതാണ്: ഏറ്റവും കുറഞ്ഞത് 45,000 മെമ്പേഴ്സ് എങ്കിലുമുള്ള സഭകളുടെ പാസ്റ്റേഴ്സിനെ മാത്രമേ അനുവദിക്കത്തുള്ളൂ. അതിൻ്റെ സീനിയർ പാസ്റ്റർ മാത്രമേ അനുവദിക്കത്തുള്ളൂ. 45,000 മെമ്പേഴ്സ് എനിക്കതില്ല. അല്ലെങ്കിൽ രണ്ടാമത്തെ കണ്ടീഷൻ, 1,00,000-ലധികം ആളുകളെ കർത്താവിലേക്ക് കൊണ്ടുവന്ന് സ്നാനപ്പെടുത്തിയവരെ അനുവദിക്കും. അങ്ങനെ 1,00,000 ആളുകളെ സ്നാനപ്പെടുത്തി, 1,00,000-ലധികം ആളുകളെ സ്നാനപ്പെടുത്തിയെങ്കിലും 5,000 മെമ്പേഴ്സ് എങ്കിലുമുള്ള ഒരു ചർച്ച അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം. കൂടുതൽ സമയം മിഷണറി പ്രവർത്തനത്തിലായതുകൊണ്ട് ലോക്കൽ ചർച്ച നോക്കാൻ നേരം കിട്ടത്തില്ല എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ട്. എങ്കിലും തൻ്റെ മേലെ ഒരു അഭിഷേകം ഉണ്ടെങ്കിൽ അതിന്റെ പ്രകടനം കാണിക്കേണ്ടതിന് 5,000 പേരെങ്കിലും ലോക്കൽ ചർച്ചിൽ ഉണ്ടായിരിക്കണം എന്നവർക്ക് നിർബന്ധമുണ്ട്. മൂന്നാമത്തെ കണ്ടീഷൻ നമ്മളോട് പറഞ്ഞിട്ട് കാര്യമില്ല. 10 മില്യൺ, $1 കോടി എങ്കിലും ഒരു വർഷം സുവിശേഷ വിലയ്ക്ക് കൊടുക്കുന്ന വലിയ പണക്കാരോ ബിസിനസ്സുകാരോ ആയിരിക്കണം. ഇവരെല്ലാം കൂടെ ചേർത്താണ് കിങ്ഡം പാർട്ട്നേഴ്സ് നെറ്റ്വർക്ക്. കഴിഞ്ഞ വർഷം ഞാൻ അതിനകത്ത് അറ്റൻഡ് ചെയ്തു. അതിന്റെ കാരണം ആളുകളെ കർത്താവിലേക്ക് നയിച്ചതിന്റെ ഒഫീഷ്യൽ ഡോക്യുമെന്റേഷൻ ഉള്ളതുകൊണ്ടാണ്. എന്തെങ്കിലും ചെയ്തെന്നോ ആയിന്നോ പറയാൻ ഒക്കത്തില്ല. നിങ്ങൾക്കറിയാം, ലോക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളെ സ്നാനപ്പെടുത്തിയ ആളാരാണെന്ന് ഇതുവരെയുള്ള ഒഫീഷ്യൽ റെക്കോർഡ് പ്രകാരം ഏറ്റവും കൂടുതൽ ആളുകളെ സ്നാനപ്പെടുത്തിയ മനുഷ്യനാരാണെന്ന് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇവിടുത്തുകാരനാണ് ജോൺ വെസ്ലിയാണത്. 17 ലക്ഷം ആളുകളെ സ്നാനപ്പെടുത്തിയ മനുഷ്യനാണ്. ലോകത്തിലെ ഒരു എക്സെപ്ഷണൽ ക്യാരക്ടറാണ്. അവരുടെയൊക്കെ ജീവിതം ഒന്ന് ശ്രദ്ധിച്ചാൽ നമ്മളെ പോലും അല്ല, തികച്ചും വ്യത്യസ്തമാണ്. ദൈവം ഉപയോഗിച്ച മനുഷ്യൻ, ദൈവം വളരെ ഉപയോഗിച്ച 2-3 പേര് ഈ രാജ്യത്തുണ്ട് കേട്ടോ. ജോൺ വെസ്ലി അതിലൊന്നാണ്. പലരുണ്ട് ഈ രാജ്യത്ത്, പലരുണ്ട്. നിങ്ങളുടെ അടുത്തൊക്കെയാ ഒന്ന് പോവുകയും കാണുകയും കർത്താവേ എനിക്കും ഇതുപോലൊരു ചാൻസ് തരണേ എന്ന് വല്ലപ്പോഴും ഒക്കെ ഒന്ന് പ്രാർത്ഥിക്കുക. ചിലപ്പോൾ ഒത്താൽ സന്തോഷത്തെ. സ്മിത്ത് വിഗിൽസ്വർത്ത് നിങ്ങളുടെ അടുത്തുള്ള ആളാ. ഇവിടെ വന്നത് മരിച്ച സ്ഥലത്തൊന്ന് പോയി കാണാൻ എനിക്കിടയായി. ജോൺ വെസ്ലി ജീവിച്ച സ്ഥലം ഒന്ന് പോയി കാണാനും കർത്താവ് എനിക്ക് ഇപ്രാവശ്യം കൃപ തന്നു. സ്മിത്ത് വിഗിൽസ്വർത്തിന്റെ ജീവകാലത്ത് 22 ശവശരീരങ്ങളെയാണ് അദ്ദേഹം ഉയർപ്പിച്ചിട്ടുള്ളത് ഒഫീഷ്യൽ റെക്കോർഡിൻ പ്രകാരം. ദൈവം ഉപയോഗിച്ച് അമാനുഷ്യം ഉണ്ടായിരുന്ന ഒരു രാജ്യമായത്. ഇന്ന് ഇതിന്റെ ആത്മിക നിലവാരം ശൂന്യമായി നിങ്ങൾ കാണുന്ന തകർച്ചയിൽ എത്തിയെങ്കിൽ ഇതിനെ പൊക്കി ഉയർത്തുവാൻ ഒരു ഉത്തരവാദിത്വം നിങ്ങളിൽ ചിലരെ കൂടെ തമ്പുരാൻ ഏൽപ്പിക്കട്ടെ. ഞാൻ പ്രാർത്ഥിക്കാൻ പുറകിലിരുന്നു. ചർച്ചിലെ ദൈവം വളർത്തിക്കൊണ്ടിരുന്നു. ഇന്ന് ഒരു വളരുന്ന സഭയുടെ ഭാഗമായി ഞങ്ങളുടെ വളർച്ചയുടെ ഒരു ഭാഗമായപ്പോൾ 1-ലധികം ഭാഷകൾ വേണം എന്നൊരു തോന്നലുണ്ടായി. ഇന്ന് എന്നോട് ചോദിച്ചാൽ ഇംഗ്ലീഷിലും കൂടെ ഒന്ന് തൊട്ട് പറയാമെന്ന്. പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ സമയം ഒരുപാട് എടുക്കും എന്നുള്ളതാണ്. അപ്പോൾ ആർക്കും തികയാതെ വരും. ഉള്ളത് കൊണ്ട് ഇല്ല ആർക്കും എന്ന് പണ്ടാരണ്ട് പറഞ്ഞ പോലെ ഇരിക്കുള്ളൂ. ഉള്ളത് കൊണ്ട് ഇല്ല ആർക്കും. അതുകൊണ്ട് സമയം പൗത്താൽ ആർക്കും തികയത്തില്ല. 2 ഭാഷകൾ ഒരുമിച്ച് ആരാധിക്കുമ്പോൾ സാധാരണഗതിയിൽ ഒരു തർജ്ജിമ കൊടുക്കും. എനിക്ക് മനസ്സിലായി 2 ഭാഷക്കാർക്കും പ്രയോജനപ്പെടത്തില്ല. കാര്യം സമയമില്ലാതെ കൊടുക്കാൻ. അങ്ങനെയാണെങ്കിൽ ഓരോ ഭാഷകളിൽ വ്യത്യസ്ത ആരാധനകൾ വേണം എന്ന് തോന്നുകയും ഇന്ന് ദൈവത്തിന്റെ മഹാകരുണയാൽ 7 വ്യത്യസ്ത ഭാഷകളിൽ ഞങ്ങൾക്ക് ഒരേ സമയം ആരാധിക്കുവാൻ കർത്താവ് കൃപ തരികയും ചെയ്യും. പട്ടണത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലായി ദൈവം വസ്തുവകകൾ തന്നു. അതിനകത്ത് പലയിടങ്ങളിലും കെട്ടിടങ്ങൾ തന്നു. ചിലരുടെ വാടക കെട്ടിടങ്ങൾ എടുത്തു. ഇതിനൊക്കെയും ദൈവത്തിന്റെ കൃപ കൂടെ ഇരുന്നു. ഇന്ന് ആകുന്ന സാഹചര്യത്തിൽ ദൈവം കൊണ്ടുവന്നു.
ഇതിനോടകം ലോകത്തിലെ 5 വൻകരകൾ കവർ ചെയ്തുകൊണ്ട് 40-ലധികം രാജ്യങ്ങളിൽ പോകുവാൻ, അതിൽ പലയിടത്തും ഒത്തിരി പ്രാവശ്യം പോകാൻ. ഞാൻ UK എത്ര പ്രാവശ്യം വന്നു? 95 ഇവിടെ ആദ്യം വരുന്നു. എത്രയോ പ്രാവശ്യം ഈ രാജ്യത്ത് കയറി ഇറങ്ങാൻ ദൈവം കൃപ ചെയ്തു. എത്ര രാജ്യങ്ങളിൽ പോകാൻ ദൈവം ഇട ചെയ്തു. പ്രധാന 5 ഭൂഖണ്ഡങ്ങളും പ്രധാന ദ്വീപസമൂഹങ്ങളും ചേർത്ത് 40-ലധികം രാജ്യങ്ങളിൽ യാത്ര ചെയ്തു സുവിശേഷം അറിയിപ്പാൻ കർത്താവ് കൃപ തന്നു. അങ്ങനെ ഇരിക്കുന്ന കാലത്താണ് അനുഗ്രഹങ്ങളും ശാപങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് ഞാൻ ആദ്യം കേൾക്കുന്നതും ഞാൻ ആദ്യം അറിയുന്നതും. ഞാൻ ആരംഭകാലം മുതൽ എൻ്റെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വഭാവമുണ്ട്. എൻ്റെ 12ാമത്തെ വയസ്സിൽ ഞാൻ സുവിശേഷം വരെ ആരംഭിച്ചത്. അന്ന് ആകപ്പാടെ വെക്കുന്ന സുവിശേഷം വരെ അതിരാവിലെ എഴുന്നേറ്റ് ചുറ്റുമുള്ള റോഡുകളിലൂടെ നടന്ന് യേശുക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു, യേശുക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് പോകുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും. ഈ വാക്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് വട്ടത്തിൽ നടക്കുകയാണ്. പിന്നെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ കൂട്ടത്തിൽ കുറച്ച് ട്രാക്റ്റുകൾ ഉണ്ടെങ്കിൽ കൂട്ടുകാർക്ക് കൊടുക്കും. ഇത്രയൊക്കെ ഒക്കെയുള്ളത്. അതിനുശേഷം സ്കൂളിൽ നിന്ന് ഇറക്കി വിട്ടു, വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടപ്പോൾ ഇച്ചിരൂടെ സമയമായി. ആ സമയത്ത് സ്കൂൾ വിട്ട് എൻ്റെ സഹപാഠികൾ വരുമ്പോൾ കവലയ്ക്ക് നിന്ന് ഞാനൊരു ചെറിയൊരു പ്രസംഗമൊക്കെ പറയുമായിരുന്നു. കാര്യം മാനസാന്തര പ്രസംഗവും ബന്ധുക്കോസിലെ സ്നാനവും ഒക്കെ ഞാൻ അവിടെ പറയുന്നുണ്ട്. കവലപ്രസംഗം പറയുമായിരുന്നു. ഇന്ന് കവലപ്രസംഗം മാറി ഇച്ചിരൂടെ വ്യത്യാസത്തിൽ വരുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. ഇന്ന് ലോകത്തിൽ അറിയപ്പെടുന്ന ഏറ്റവും വലിയ മലയാളി ബന്ധുക്കോസ് സഭയുടെ പാസ്റ്ററായിട്ട് തമ്പുരാൻ കൊണ്ടുവന്നു. ദൈവം അവിടെ കൊണ്ടുപോയി. എനിക്ക് തോന്നുന്നത് ഞങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ മലയാളി ബന്ധുക്കോസ് സഭയായി മാറിയിട്ട് ഉദ്ദേശം 15 വർഷത്തോളമാണ്. ഈ ഇംഗ്ലീഷിൽ ഒരു കൊച്ചു സേയിങ് ഉണ്ട്, ഒരു ആപ്തവാക്യമുണ്ട്. ടു ബിക്കം നമ്പർ 1 ഈസ് ഓൾ റൈറ്റ്, ബട്ട് ടു റിമെയിൻ നമ്പർ 1 ഈസ് ഡിഫിക്കൽട്ട്. ഇതൊന്നും കോമ്പറ്റീഷനുള്ള ഒരു ഫീൽഡാണ്. To become number 1 is okay. 15 വർഷം മുമ്പേ we became number 1, but to remain number 1 is very difficult. കാര്യം ഇതിനകത്ത് ഒരുപാട് കോമ്പറ്റീഷൻ ഉണ്ട്. അത് ഇന്ന് വരെ നിർത്തിയ ദൈവത്തെ നന്ദിയോടെ സ്മരിക്കുന്നു. ഞാൻ ഇത് പറയുമ്പോൾ ബഥേൽ ചർച്ചിനേക്കാൾ കൂടുതൽ ആളുകൾ കൂടി വരുന്ന കോൺഗ്രിഗേഷൻസ് ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ഗൗരവമായി മനസ്സിലാക്കാൻ ഇത് മറക്കരുതാത്ത ഒന്നാണ് ഞാൻ പറയാം. ഒരു മിനിസ്ട്രിയും ഒരു സഭയും രണ്ടും രണ്ടാണ്. ഒരു മിനിസ്ട്രിക്കകത്ത് ഉപദേശത്തിന്റെ ഗൗരവം കാണത്തില്ല. അതിനകത്തൊന്ന് മണവാട്ടി സഭയിൽ പോകാൻ ആളുമില്ല. അതിനകത്ത് ഉപദേശത്തിന്റെ ഗൗരവമില്ല. എന്നാൽ സഭ ഏത് പുരുഷനെയും ക്രിസ്തുവിൽ തികഞ്ഞവരാക്കുന്നതാ. അതാ സഭ. ഇതാ തമ്മിലുള്ള വ്യത്യാസം. ഞാനൊരു കൊച്ചു ഉദാഹരണം കൊണ്ട് അത് വ്യക്തമാക്കി തരാനായിട്ട് ശ്രമിക്കാം. ഞാൻ ബൈബിളിൽ നിന്നൊരു ഉദാഹരണം എടുക്കാം. ഞാൻ അവിടെ പോകണമെന്ന് വിചാരിച്ചതല്ല. ബൈബിളിൽ നിന്നൊരു ഉദാഹരണം എടുക്കാം. ഒരിക്കൽ ആരാം രാജാവിന്റെ സേനാനായകനായിരുന്ന നയമാൻ എന്നൊരു കുഷ്ഠരോഗി ഏലിശ പ്രവാചകന്റെ അടുക്കൽ ചെല്ലുകയും ഏലിശ പ്രവാചകന്റെ കയ്യാൽ അദ്ദേഹം സൗഖ്യമാകുകയും ചെയ്തു. കയ്യാൽ സൗഖ്യമായി എന്ന് പറയുന്നതിന്റെ അർത്ഥം കൈവച്ച് പ്രാർത്ഥിച്ചെന്നല്ല. അദ്ദേഹം പറഞ്ഞു, നീ പോയി യോർദാനിൽ 7 പ്രാവശ്യം മുങ്ങാൻ പറഞ്ഞു. ഇത് ഞാൻ പോയി മുങ്ങി അങ്ങോർത്തു. അദ്ദേഹത്തിന്റെ കുഷ്ഠമങ്ങ് മാറി. ഇയാൾ തിരിച്ചു വന്ന് ഏലിശ പ്രവാചകനോട് പറഞ്ഞ ഭാഗവത്തെ ഇച്ചിയുടെ വിശദീകരിക്കാൻ നല്ലതാ. ഏലിശ പ്രവാചകന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, യജമാനെ സുഖമായല്ലോ, അതുകൊണ്ട് എന്റെ കയ്യിൽ നിന്ന് കുറച്ച് പണവും ബാബിലോണിയ വിശേഷ വസ്ത്രങ്ങളും ഒക്കെ വാങ്ങിക്കണേ എന്ന് പറഞ്ഞു. നേരെ പറഞ്ഞു, വേണ്ട, നിന്റെ കയ്യിൽ നിന്ന് യാതൊന്നും വേണ്ട, നീ ശമിക്കപ്പെട്ടവരെ നിന്റെ കൊണ്ടുപോകാൻ പറഞ്ഞു. നിർബന്ധിച്ചിട്ടും വാങ്ങിച്ചില്ല. അന്നേരത്തെ ഇങ്ങനെ പറഞ്ഞു, എന്നാൽ പിന്നെ യജമാനെ എനിക്കൊരു കരുണ കാണിക്കണം. 2 കോവർ കഴുതയുടെ പുറത്ത് കയറ്റാവുന്ന മണ്ണ് എനിക്ക് തരണം. ഞാൻ മണ്ണും കൊണ്ട് ഞങ്ങളുടെ നാട്ടിൽ പോകാം. എനിക്കറിയാം ആരാധിക്കാൻ വരേണ്ടത് യെരൂശലേമിലാണ്. യഹോവയോടല്ലാതെ വേറെ ഒരു ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കത്തില്ല. എൻ്റെ തീരുമാനം മുഴുവൻ ഇവിടെ തന്നെ ആരാധിക്കാനാണ്. പക്ഷേ സൗകര്യം പലതും ശരിയാകുന്നില്ല, അതുകൊണ്ട് ഇങ്ങോട്ട് വരുന്നില്ല. ഞങ്ങളുടെ തന്നെ ഇരുന്ന് ആരാധിക്കാൻ വേണ്ടിയാ. അതുകൊണ്ട് 4 ചാക്ക് മണ്ണൂടെ തരണം. യെരൂശലേമിലെ മണ്ണ് കൊണ്ടുവന്നതിനെ കുറിച്ച് നിങ്ങൾ എത്ര പേർക്ക് അറിയാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ ലണ്ടനിൽ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. ഈ ലണ്ടനിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അമേരിക്കയിൽ സർവ്വസാധാരണമായി കാണാറുണ്ട്. പള്ളികളുടെ മുമ്പിൽ ഒരു ചെറിയ അരമതിൽ, ഈ സ്റ്റേജിന്റെ ഫ്രണ്ടിൽ ഒരു അരമതിൽ. നിങ്ങളിവിടെ അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ ലണ്ടനിൽ കണ്ടിട്ടുണ്ട്. എവിടെയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. അല്ലെങ്കിൽ യൂറോപ്പിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പള്ളികളുടെ ഒരു സൈഡിൽ, സ്റ്റേജിന്റെ ഒരു സൈഡിൽ ഒരു 3 അടി കളരിൽ, അപ്രോക്സിമേറ്റ്ലി 3 അടി കളരത്തിൽ ഒരു അരമതിൽ കെട്ടിയേക്കും. ചെത്തി വൃത്തിയാക്കാത്ത കല്ലുകൊണ്ട്. ഞാൻ ഇപ്രാവശ്യത്തിലെ പോകുമ്പോൾ പല വീടുകളുടെയും ഭിത്തികൾ ശ്രദ്ധിച്ചു. ആ ഭിത്തികളിൽ ചെത്തി വൃത്തിയാക്കാത്ത കല്ലുകൾ കൊണ്ട് കെട്ടിയിരിക്കുന്നത് കണ്ടു. ഇത് ഇനിഷ്യലി തുടങ്ങിയത് യെരൂശലേമിലെ കല്ലുകൊണ്ട്. പല പള്ളികളിലും ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മതിലിന്റെ കല്ലുകൾ യെരൂശലേമിൽ നിന്ന് കൊണ്ടുവരുന്നത്. അവരതിനെ വിളിക്കുന്നത് ജെറുസലേം വോളം എന്ന് അതിനെ വിളിക്കുന്നത്. യെരൂശലേം മതിൽ. UK-യിലെ പല കല്ലുകളും അതിനോട് വളരെ സാമ്യമുള്ളതാണ്. ഒരുമാതിരി ലൈനിൽ അത് പൊട്ടിക്കിട്ടും, പക്ഷേ മിനുസല്ല.
അങ്ങനത്തെ കല്ലുകൾ കൊണ്ട് കെട്ടിയത് കാണും. അതിന് യെരൂശലേം കോളെന്ന് വിളിക്കും. കാര്യം യെരൂശലേമിൽ പോയി ആരാധിക്കാൻ ഒക്കാത്തത് കൊണ്ട് യെരൂശലേമിന്റെ ഒരു ഭാഗം ഇങ്ങോട്ട് കൊണ്ടുവന്ന് ആരാധിക്കുക എന്ന ആശയത്തിലാണ് ചെയ്യുന്നത്. തെറ്റാണെന്നോ ശരിയാണെന്നോ അല്ല ഞാൻ പറഞ്ഞത്, ആ ഒരു ആശയത്തിലാണ് അത് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെ യെരൂശലേമിൽ വന്നെനിക്ക് ആരാധിക്കാൻ ഒക്കാത്തത് കൊണ്ട് ഇവിടുന്ന് ഒരു 4 ചാക്ക് മണ്ണ് 2 കോവറുകളുടെ പുറത്ത് കയറ്റാവുന്ന മണ്ണെന്നാണ് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു കോവറുകളുടെ പുറത്തെ സാധാരണ ലോഡ് 2 ചാക്കാണ്. 4 ചാക്ക് മണ്ണോട് എനിക്ക് തരണം. അതുകൊണ്ട് എൻ്റെ വീടിനകത്തിട്ട് അതിൻ്റെ മണ്ടയ്ക്കിരുന്ന് ഞാൻ എന്നെ കൈകൊട്ടിക്കോളാമെന്നാണ് ഈ പുള്ളി പറഞ്ഞത്. പ്രവാചകന്മാരുടെ സന്തോഷത്തോടെ കൊണ്ടുപോകും. ആരുടെ 4 ചാക്ക്? അതിൻ്റെ നട്ടമല്ലേ ഉള്ളു, സഹിച്ചോളാം. നിന്നൊന്നും ഇങ്ങോട്ട് വേണ്ട, നീ 4 ചാക്ക് മണ്ണ് കൊണ്ടുപോകും. അപ്പോഴാണ് ഇയാൾ അടുത്ത കണ്ടീഷൻ പറയുന്നത്, ഞാൻ യഹോവയോട് മാത്രമേ ആരാധിക്കത്തുള്ളൂ, സേവിക്കത്തുള്ളൂ. പക്ഷേ പിന്നെ എൻ്റെ യജമാനായ രാജാവ് റിമ്മോൻ എന്ന് പറയുന്ന ദേവന്റെ ക്ഷേത്രത്തിൽ കയറി എൻ്റെ കൈത്താങ്ങലോടുകൂടെ ആരാധിക്കാനാണ് പോകുന്നത്. അതുകൊണ്ട് ചുമ്മാ ഞാനൊന്ന് വണങ്ങും, കാര്യമായിട്ടല്ല, ചുമ്മാ ഒന്ന് വണങ്ങും, ഇതും അങ്ങ് ക്ഷമിച്ചേക്കണം. അദ്ദേഹം പ്രവാചകൻ പറഞ്ഞു, അയ്യോ അതിനിട തകരാറ്, നീ പോയി ചെയ്യടാ. ചുരുക്കി പറഞ്ഞാൽ ആരാധിക്കാൻ വരേണ്ട ഇടത്ത് വരണമെന്നില്ല, പോകുന്നിടത്തിരുന്ന് ആരാധിച്ചു. 2, വിഗ്രഹങ്ങളുടെ മുമ്പിൽ കുമ്പിട്ടാലും ഒന്നുമില്ല, സൗകര്യമായിട്ട് ചെയ്തു. നീ പൊയ്ക്കോ, ഒരു കുഴപ്പവുമില്ല, സമാധാനത്തോടെ പൊയ്ക്കോ. നമ്മളെ അവനെ സമ്മതിക്കൂ. ഞാൻ എന്താ ദാനിയേൽ പ്രവാചകന്റെ അടുക്കലോട്ട് തിരിയാൻ പോവാ. ദാനിയേൽ പ്രവാചകൻ ജീവനോടിരിക്കുന്ന കാലത്ത് ഒരിക്കൽ രാജാവ് പറഞ്ഞു, മേലെ രാജാവിനോടല്ലാതെ വേറെ ആരോടും പ്രാർത്ഥിക്കരുത്. ദാനിയേൽ പതിവ് പോലെ തന്നെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഞാൻ എവിടെ നിന്നാണ് ഉണ്ടായിരുന്നത് വെച്ചാൽ, അപ്പൂപ്പ വയ്യപ്പ 19 വയസ്സ് കഴിഞ്ഞ് ഇയാൾക്ക് ഇടോ വട്ടാണോ തലക്കോളമാണോ എന്നോട് അടച്ചിട്ടുകൊണ്ട് പ്രാർത്ഥിച്ചാലോ? അങ്ങനെ എനിക്കുള്ള വിധി ബൈബിളില്ല. നീ പരദേശിയായി പോകുന്നിടത്ത് യെരൂശലേമിന് നേരെ കിളിവാതിൽ തുറന്നിട്ട് പ്രാർത്ഥിക്കണമെന്നൊരു വാക്യം കിടക്കുന്നതുകൊണ്ട് ഞാൻ തുറന്നിട്ടേ പ്രാർത്ഥിക്കുകയുള്ളൂ. എടാ, അപ്പുറത്ത് വിഗ്രഹത്തിന്റെ മുമ്പിൽ കുമ്പിട്ട കുഴപ്പമില്ല എന്ന് നിന്നെക്കാൾ എത്രയോ വലിയ ആളെ എലീശ പ്രവാചകൻ പറഞ്ഞില്ല. നിനക്കെന്നാടാ? നിനക്കറിയാമോ ദാനിയേൽ പറയുമ്പോൾ മറുപടി? നരകത്തിപ്പാനിപ്പം പോകുന്ന പാർട്ടി പോകുന്ന പോക്കിൽ 4 റിമ്മോനെ തൊഴുതയുള്ള ആർക്കടാ നട്ടം? ആകെ നട്ടം 4 ചാക്ക് മണ്ണേ ഉള്ളൂ. ഞാൻ ആ കൂട്ടത്തിൽ പെടുന്നതല്ല, ഞാൻ ദൈവത്തിന്റെ അടുക്കൽ പോകേണ്ടതാണ്. ഈ ഏലിശ ചെയ്ത ആ ശുശ്രൂഷയാണ് മിനിസ്ട്രി എന്ന് വിളിക്കുന്നത്. ഇപ്പൊ എന്നോട് പറഞ്ഞു, നീ എന്തൊക്കെ കാണിക്കുന്നു പോയി കാണിച്ചു, നീ ഏതായാലും നരകത്തിപ്പാനുള്ളത് അതിലേ പോകും. പിന്നെ നീ പോകുന്ന വഴിക്ക് കുഷ്ഠം സുഖമാക്കുന്ന ഒരു ദൈവം യെരൂശലേമിലുണ്ടെന്ന് പറഞ്ഞേക്കണം. നന്നാകാനുള്ളവന് പോലും, ഗുണപ്പെടാനുള്ളവന് അത്രയും സാക്ഷി മതി. അതുകൊണ്ട് ഇനി പോലും അതിനെയാണ് മിനിസ്ട്രി എന്ന് വിളിക്കുന്നത്. മിനിസ്ട്രി അതിനെ ക്രിസ്തുവിൻ പൂർണ്ണതയിലേക്ക് വളർത്തത്തില്ല. തിരുവചനത്തിന്റെ ഗൗരവവും ആഴവും ആരെയും അറിയിക്കത്തില്ല. പകരം തൽക്കാലത്തേക്ക് ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കും. നന്നാകേണ്ടവൻ അല്ല, സഭയിൽ പോയി നന്നായിക്കോണം, ദാറ്റ്സ് ഇറ്റ്, അതിൽ കവിഞ്ഞില്ല. സഭ അതല്ല. ഒരിക്കൽ റെയിൻഹാർഡ് ബോൺകെയുടെ അടുക്കൽ ആളുകൾ ചോദിച്ചു, അങ്ങ് സ്നാനത്തെക്കുറിച്ച് പ്രസംഗിക്കാറില്ല, വിശുദ്ധിയെക്കുറിച്ച് പറയാറില്ല, വേർപാടിന്റെ ഉപദേശം കൊടുക്കാറില്ല, അങ്ങ് ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം പറഞ്ഞ് രോഗശാന്തി കൊണ്ട് നിർത്തുകയുള്ളൂ, വൈ? അദ്ദേഹം പറഞ്ഞൊരു മറുപടിയുണ്ട്. എവിടെയെങ്കിലും ഒരു പർവ്വതം ഇടിച്ചു പൊളിക്കണമെങ്കിൽ അതൊരു ഉറുമ്പിനെ കൊണ്ട് ഒക്കത്തില്ല, ഒരു കൊമ്പനാനെ കൊണ്ടേ ഒക്കും. ദൈവം എന്നെ ഒരു കൊമ്പനാനയായി നിർത്തി. അതുകൊണ്ട് പർവ്വതം ചവിട്ടി പൊടിക്കുന്ന ജോലിയാണ് എൻ്റേത്, ഞാനത് ചെയ്യും. മറുവശം, എവിടെയെങ്കിലും ഒരല്പം പഞ്ചസാരയും തരിമണലും കൂടെ ഇടകലർന്നു പോയാൽ അത് വേർതിരിച്ചു കൊടുക്കാൻ ആനയെ കൊണ്ട് ഒക്കുകയില്ല, അതിന് ഉറുമ്പ് വരണം. ഉറുമ്പ് വന്നാൽ ഓരോ പഞ്ചാര പെറുക്കിയെടുത്തിങ്ങി കൊണ്ടുവരും. ദൈവത്തിന്റെ സഭയ്ക്കകത്ത് ഈ മൈന്യൂട്ട് ശുദ്ധീകരണമുണ്ട്, മിനിസ്ട്രിക്കകത്ത് അതില്ല. ഇത് പൊടിച്ചിടുക. ഇതിനകത്തൊന്ന് ഗുണപ്പെടുന്നവൻ, രക്ഷപ്പെടേണ്ടവൻ എവിടെയെങ്കിലും ദൈവസഭയിൽ പോയി കയറിക്കണം. ഞാൻ ഭൂമിയിലെ ഏറ്റവും വലിയ മലയാളി പെന്തക്കോസ്ത് സഭ എന്ന് എടുത്തു പറയുമ്പോൾ മിനിസ്ട്രികളെ അല്ല ഞാൻ പറഞ്ഞത്, സഭയെ ഞാൻ പറഞ്ഞത്. അതായത് മണവാട്ടി സഭയെ ഒരുക്കിയെടുക്കുന്ന, ക്രിസ്തുവിന്റെ കാന്തയെ ഒരുക്കിയെടുക്കുന്ന ഒരു സഭ. അവിടെ വരെ വരുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ. ഇന്ന് മാധ്യമങ്ങൾ ദൈവം തന്നതുകൊണ്ട് ഒരു പണിക്ക് മുകളിലേക്ക് കയറുവാനിടയായി. ഞങ്ങളുടെ വർഷിപ്പിന്, ഞാൻ പാചകം എടുത്ത് പറയുന്നത് ക്ഷമിക്കണം, ഞങ്ങളുടെ വർഷിപ്പിന് ഇന്റർനെറ്റിലൂടെ പങ്കെടുക്കുന്നവരോട് പക്ഷേ ശ്രദ്ധിക്കുന്നുണ്ടാവും. ഞങ്ങളുടെ കൊയറിന്റെ പാട്ട് അത്ര ശരിയാകുന്നില്ല. കൊയർ മോശമായിട്ടല്ല, എക്യുപ്മെന്റ്സ് മറ്റുള്ളതുമായിട്ട് മാച്ച് ചെയ്യാനില്ല. ഈ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞാൽ, ഇതൊരു വലിയ ശല്യമാണ്, ഇതിന് വേണമെങ്കിൽ ഒത്തിരി വിലപിടിപ്പുള്ള എക്യുപ്മെന്റ്സ് ഇനി വാങ്ങിക്കണം. നമ്മുടെ ഓഡിയോ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്തു, ഇന്ന് അത് നല്ലത്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, കുഞ്ഞുങ്ങളെ, നമ്മളെപ്പോലെ വെബ്സൈറ്റ് നടത്തുന്ന വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുമായിട്ട് നമ്മളെ ഒന്ന് കമ്പയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓൺലൈൻ ഡയറക്റ്റ് കിട്ടുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു പ്രിലിമിനറി സെർച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു, ജോയൽ ഓസ്റ്റൻ ഒരെണ്ണം ഉണ്ട്,
ഒരു മലയാളി ചർച്ചിന് നമ്മളെ പോലെ ഒന്നില്ല, കമ്പയർ ചെയ്യാനൊന്നും ഇല്ല. നോബഡി. ഒരു മലയാളി ചർച്ചിന് കമ്പയർ ചെയ്യാൻ, നമ്മളോട് കമ്പയർ ചെയ്യാൻ ഇവിടെ അമേരിക്കയിലും ഈ ലണ്ടനിലും ഒക്കെ ഇല്ല, അങ്ങനൊരു സൂത്രം ഇല്ല. ഇനിയുള്ളതൊരു ലെവൽ നമ്മളെക്കൊണ്ട് ഒത്തിരി കൂടെ മേളില്ല. നമുക്കവിടെ പാനകത്തില് കോടികളുടെ എക്യുപ്മെന്റ്സ് ആണ്, നമുക്ക് കോടികളുടെ. നമ്മുടെ ലെവലിൽ നമ്മളെ ഉള്ളൂ, വേറെ ആരും ഇല്ല. നമുക്കൊന്ന് മോഡലാക്കാൻ വേറെ ആരും ഇല്ല. പലർക്കും മോഡലാകാൻ കർത്താവ് ഞങ്ങളെ നിർത്തിയത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കും. പലർക്കും മോഡലാകാൻ. നമ്മൾ ആരെങ്കിലും ദൈവത്തിന് വേണ്ടി സമർപ്പിക്കാൻ താല്പര്യപ്പെടുന്നവരുണ്ടോ? തമ്പുരാൻ നിങ്ങളെ വഴി കിട്ടിച്ചു പോകത്തില്ല. ദൈവം നിങ്ങളെ ഉയർത്തിയിരിക്കും. എൻ്റെ 11ാമത്തെ വയസ്സിലെ തീരുമാനം സ്വർഗത്തിലെ ദൈവം മാനിച്ചു. ഇന്ന് പ്രധാനദാസൻ പറഞ്ഞായിരുന്നു, രഞ്ജിത് പാസ്റ്റർ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വചനം പറയുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിയുമെന്ന് എനിക്കറിയാൻ വയ്യ. ഞാനിവിടെ നിൽക്കുകയായിരുന്നു, ഉറങ്ങല്ലായിരുന്നു, നിൽക്കുകയായിരുന്നു. പക്ഷേ പ്രാർത്ഥിച്ചു തീർന്നത് ഞാൻ അറിഞ്ഞില്ല. എന്നെ രണ്ടാമത് വിളിക്കുകയായിരുന്നു. പാസ്റ്റർ വെച്ചല്ലേ, ഞാനൊരു വെളിപ്പാട് കണ്ടോണ്ട് നിൽക്കുകയായിരുന്നു. വെളിപ്പാട് കണ്ടതുകൊണ്ട് പ്രാർത്ഥിച്ചു തീർന്ന് അറിഞ്ഞില്ലെന്നേ ഞാൻ പറഞ്ഞു. വേറെ ഒന്നും ഞാൻ പറഞ്ഞില്ല. വെളിപ്പാട് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. വിളിക്കുന്ന ശേഷം 1-2 പ്രാവശ്യമുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങണമെന്ന് ഓർത്തു. സാക്ഷി നിർത്തിച്ച് തുടങ്ങണം. 3 പുതിയ ബുക്കുകൾ തമ്പുരാൻ പെടുത്തുയർത്തുന്നതായി കണ്ടു. 3 വ്യക്തികളുടെ ചരിത്രം പുതുതായി തുടങ്ങുക. 3 വ്യക്തികളുടെ ചരിത്രം പുതുതായി തുടങ്ങുക. 3 പുതിയ പുസ്തകങ്ങൾ. പലർക്കും പുതിയ അധ്യായങ്ങൾ എഴുതിയേക്കും. ഇതുവരെ ഇല്ലാത്ത ചില കാര്യങ്ങൾ മനസ്സിലായേക്കും. എന്നാൽ 3 വ്യക്തിത്വങ്ങൾ ഈ കൊച്ചു ഗ്രൂപ്പിനകത്തുനിന്ന് തമ്പുരാൻ വേർതിരിക്കുക. കഴിഞ്ഞ കാലത്തെ പുസ്തകങ്ങൾ നിങ്ങൾ തുടരുകയില്ല. 3 പേരിനകത്തുണ്ട്. അതാരാണ് തമ്പുരാൻ മാത്രം അറിയാം. ഇന്നലെ രാത്രി മുതലൊരു ഇമ്പാർട്ടേഷൻ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുമെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ടാണ് ഇൻ അഡ്വാൻസ് തമ്പുരാൻ പറഞ്ഞ 3 പേർ ഇതിനകത്തുനിന്ന് ജീവിതം മാറും. ന്യൂ ബുക്സ്, പഴയ ബുക്കുകൾ മാറ്റും. ഒരു ചരിത്രം ആകെപ്പാടെ മാറ്റിത്തിരിക്കുന്ന ഒരു ദൈവിക സന്ദർശനം ഇന്ന് ഈ രാത്രി കൊണ്ട് അനുഭവിക്കാം. നാളെ ആരാധനയൊക്കെ ഉണ്ട്. എന്തിനാ അത്രയും പോണ്ട? ഇന്ന് രാത്രി കൊണ്ട് അത് അനുഭവിക്കണം. ഞാൻ വെളിപ്പാട് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ വന്ന ശേഷം 1-ലധികം പ്രാവശ്യം അത് കണ്ടു. അത് ആർക്ക് കിട്ടുമെന്ന് എനിക്കറിയാൻ വയ്യ. നിർമ്മല മനസ്സാക്ഷിയുടെ ജീവിതം നശിപ്പിക്കാത്ത ആരൊക്കെ ഇതിനകത്തുണ്ടോ അവർ ദൈവസന്നിധിയിൽ പിടിച്ചു. ദൈവം അവരിൽ ചിലരെ അത് ഏൽപ്പിക്കട്ടെ. ഓക്കെ, ഇന്ന് ആയിരിക്കുന്ന സ്ഥാനം വരെ എത്തുവാൻ കൃപയാൽ സ്വർഗത്തിലെ ദൈവം അവസരം തന്നു.